സമീപകാല ഭാരതം വളരെ വേദനയോടെ ഓർക്കുന്ന ഒരു ദിവസമാണ് ജനുവരി 22. ക്രൈസ്തവ ദൗത്യത്തിനു വേണ്ടി ഒറീസയുടെ മണ്ണിൽ ജീവത്യാഗം ചെയ്ത ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്നിവരുടെയും രക്തസാക്ഷി ദിനമാണ് ഇന്ന്. ലോകത്താകെയുള്ള കുഷ്ഠരോഗികളിൽ 1/3 ഇന്ത്യയിലാണെന്ന തിരിച്ചറിവോടെ അഴുകിയേറ്റ ശരീരഭാഗങ്ങളെ കഴുകിക്കെട്ടാനും തഴുകി ആശ്വസിപ്പിച്ച് അവരിൽ ദൈവസ്നേഹം പകരുവാൻ ആ മിഷണറി കുടുംബം 1965 ജനുവരി 18 ഇന്ത്യൻ മണ്ണിലെത്തി. 1999 ജനുവരി 22 ഒഡീഷയിലെ ബാരിപ്പടിൽ നിന്നും ഏകദേശം 180 കിലോമീറ്ററുകൾ അകലെയുള്ള സന്താൽ എന്ന ആദിവാസി സമൂഹത്തിൻ്റെ കേന്ദ്രമായ മനോഹർപൂരിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം രാത്രി കഴിയുവാൻ മറ്റൊരു സ്ഥലമില്ലാതിരുന്നതിനാൽ ഗ്രഹാമും തൻ്റെ 2 കുഞ്ഞുങ്ങളും കൂടി അവരുടെ ജീപ്പിൽ ഉറങ്ങുകയായിരുന്നു. ഏകദേശം രാത്രി 12 മണി കഴിഞ്ഞ സമയം ദാരാ സിംഗ്, ഏലിയാസ്, രവീന്ദ്ര സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ വടി, കല്ല്, ശൂലം എന്നീ മാരകായുധങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ അവരുടെ വാഹനത്തെ വളഞ്ഞു. അലറി അട്ടഹസിച്ച് വിളിച്ചുകൊണ്ട് ദാരാ സിംഗ് ഒരു മഴുകൊണ്ട് വാഹനത്തിൻ്റെ ടയറിൽ ആദ്യത്തെ വെട്ടുവെട്ടി. ഞെട്ടി ഉണർന്ന് വാഹനത്തിൻ്റെ പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ച സ്റ്റെയിൻസിനെ കുന്തം കൊണ്ട് കുത്തി വാഹനത്തിൻ്റെ അകത്തേക്ക് വീഴ്ത്തി. ഗ്രഹാം സ്റ്റെയിൻസ് രക്ഷപ്പെടരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനിടയിൽ ചിലർ അദ്ദേഹത്തെയും കുട്ടികളെയും നിർദ്ദയം മർദ്ദിച്ചു. വീണ്ടും തൃശൂലം കൊണ്ട് 3 കുത്തി. പിന്നെ വൈകിയില്ല. ആ ക്രൂര തീരുമാനം അവർ നടപ്പിലാക്കി. പെട്രോൾ ഒഴിച്ച് വണ്ടി കത്തിച്ചു. പിഞ്ചോമനകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്ന ആ പിതാവും മക്കളും കത്തി ഭാരതത്തിനു വേണ്ടി ചാരമായിട്ട് 2024 ജനുവരി 22 ഇന്ന് 4 നൂറ്റാണ്ടുകൾ പൂർത്തിയാകുകയാണ്.